ഹലോ, എന്നാടി രാവിലെ ഒന്നുമില്ല, നിങ്ങള് തിരക്കിലാ? തിരക്കിലാന്ന് പറഞ്ഞാൽ തിരക്കായി വരുന്നേ ഉള്ളൂ. ഹോട്ടല് തുറന്നതേ ഉള്ളൂ. അതെയാ? ആ അല്ല, ഈ രമേശൻ പൈസക്ക് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. രമേശനാ? ആ, അവൻ്റെ അടുത്ത് മേടിച്ചിട്ട് അത്രയൊന്നും ആയില്ലല്ലോ. ഒരു മാസമായല്ലേ. അന്ന് 10,000 രൂപ 5,000 രൂപ കൊടുത്തില്ലേ ഇതിനെന്നാ? അതെ, ബാക്കി 5,000-ത്തിന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണ് രാത്രി വിളിച്ചാ? ആ, ഓൻ ഇടക്കിടെ വിളിക്കൂ. ഓന്റെ സംസാര രീതി അത്ര ശരിയൊന്നുമല്ല കേട്ടോ. എന്നാ പറയുന്നത്? പിന്നെ പൈസ തന്നിട്ടില്ലെങ്കില് ഇങ്ങനെ, അല്ല, ഞാൻ മേടിക്കാൻ വീട്ടിൽ വരുവേന്നെല്ലാം പറഞ്ഞു. വീട്ടിൽ വരുവാണോ? അവരോട് പറ നീ അത് സാവധാനം തരാ, പൈസ വന്ന് കിട്ടിയില്ല എന്നൊക്കെ എന്തെങ്കിലും പറ. ഞാൻ അറിയാതെ വാങ്ങിച്ചതാന്ന് പറഞ്ഞാൽ മതി. അതെല്ലാം ഞാൻ പറഞ്ഞു. എന്നിട്ട് അതെന്നാ പറയും? ഫോണ് വിളിച്ചിട്ട് ഇങ്ങനെ വേഗം തരണേ എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് അതിൽ കൂട്ടിയിട്ട് ചെറിയ ഒരു ഇതില്ലേ, എന്ത് അതില് അർത്ഥം വെച്ചിട്ടുള്ള ഒരു സംസാരം. പൊതുവേ അവൻ അങ്ങനെ തന്നെയാണ്. പൈസ മേടിച്ചെടുക്കുന്നതൊക്കെ പിന്നെ വീട്ടിൽ പോയിട്ട് അവിടെ കയറി കിടത്താന്ന് പരിപാടി. എന്നോട് അങ്ങനെ വല്ലതും ചോദിച്ചാ? ആ രീതിയിൽ തന്നെയായിരിക്കും. പൈസ ഇല്ലാതെ വാങ്ങിക്കാൻ പോയില്ലേ? എന്നാ നിങ്ങൾക്ക് എപ്പ അയച്ചു തരാൻ പറ്റൂലല്ലോ അല്ലേ? ഇന്നൊന്നുമില്ല. കച്ചവടമൊക്കെ റെഡിയായി വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അവനോടൊന്ന് പറയണ്ടേ? എങ്ങനെയും സോപ്പിട്ട് നിർത്തി തരാന്ന് പറ. എന്നുവെച്ചാൽ ഇവിടെ തുടങ്ങിയിട്ടൊരു മാസമല്ലേ ആയിട്ടുള്ളൂ. കച്ചവടമൊക്കെ പിടിച്ച അവനെ സോപ്പിടല് എന്ന് പറഞ്ഞാല് വേറെ രീതിയിലായിരിക്കും. പിന്നെ സോപ്പിടേണ്ടി വരില്ല. രീതിയിൽ സോപ്പിടാനല്ല, ഏതാണ്ട് എന്താ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യും, അവനൊന്നിങ്ങനെ കുറച്ച് മയത്തിലൊക്കെ പറഞ്ഞ് അവിടെ നിർത്ത്. ഞാനിനി പറഞ്ഞു നോക്കാം. രമേശന്റെ അടുക്കേന്ന് നിന്നോട് കാശ് മേടിക്കാൻ പറഞ്ഞത് അവൻ ആണുങ്ങൾക്കൊന്നും പൈസ കൊടുക്കുകയാണ്. അവൻ അങ്ങനെ ഒരുത്തനാ. അവന്റെ രീതി വെച്ചിട്ട് അങ്ങനെ തന്നെയാണ്. അതും 10 കൂടുതലായിരിക്കും കൊടുക്കുകയില്ല. കാരണം പോയാൽ 10 പോകുന്നതായിരിക്കും. നീ അവനോട് പറ പൈസ എവിടെയും പോകുന്നില്ല എന്ന് പറ. ഞാൻ പറഞ്ഞു നോക്കാം. അവൻ കേൾക്കുമെന്നറിയില്ല. ഇത്രയും കാലം പറഞ്ഞു നോക്കിയില്ലേ? അതെ, പറഞ്ഞു നോക്കി. അപ്പൊ പിന്നെ ഇനി ഇതും കൂടി നിങ്ങൾ പറഞ്ഞു നോക്കാം. പറയുന്നു എന്നെ പറയുന്നത്, ഞാന് കാശ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരട്ടെ. മേടിക്കാൻ വീട്ടിൽ വരട്ടെ? തന്നിട്ട് തരുന്നില്ലെങ്കിൽ വീട്ടിൽ വരട്ടെ. പറഞ്ഞോളെ കാശ് ഞാൻ തരും, വീട്ടിലൊന്നും വരണ്ടെന്ന് പറഞ്ഞാൽ പോലെ. ഞാൻ പറഞ്ഞു. അവന് നാളെ മറ്റന്നാളായിട്ട് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊടുക്കുന്നു. ഇവർ നാളെ മറ്റന്നാളും കൊണ്ടൊന്നുമല്ല, ഒരു 2 ആഴ്ച ഇങ്ങോട്ട് വിളിക്കാനാക്കണ്ട, അങ്ങോട്ട് വിളിച്ചിട്ട് പറ. കുറച്ച് മയത്തിലൊക്കെ ഒന്ന് സംസാരിച്ചോ. അതിന് പിന്നെ ഒന്നും പിരിക്കാണിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ ഒന്നും ദേഷ്യപ്പെടലൊന്നുമില്ല. മേടിച്ചില്ല. നമ്മളിപ്പോ അവര് പറയും പോലെ ഒന്ന് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് ദേഷ്യത്തിൽ പറഞ്ഞാൽ പിന്നെ അവന് കൂടുതലേ ചെയ്യും. മാത്രമല്ല ഇവന് ചില പെണ്ണുങ്ങളെ സ്വഭാവമാണ്. പുറത്തിറങ്ങിയിട്ട് ആൾക്കാരോടൊക്കെ മോശം പറഞ്ഞ് നടക്കും. പിന്നെ കാശ് വാങ്ങിച്ചിട്ട് അവിടെ പോയി അങ്ങനെ പോയിട്ടാന്നൊക്കെ പറയും. അവന്റെ സ്വഭാവം അങ്ങനെ. അല്ല, കാശ് മേടിച്ചു പോയില്ലേ, അവന് ഇങ്ങനെയാന്ന് അറിയാ. ഞാൻ നിന്നോട് പറഞ്ഞത് രമേശന്റെ അടുത്ത് മേടിക്കുമ്പോ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞത്. നിങ്ങളിനി വേഗം അയക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് അയച്ചതാ. പെട്ടെന്ന് അയക്കാൻ പറ്റൂലടി. ഇവിടുത്തെ കാര്യങ്ങളൊന്നും എങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോകുന്നില്ലേ? എന്നാൽ അവനെ ഞാൻ എങ്ങനെയെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞാൽ കിട്ടില്ലല്ലേ? കൊടുക്കാം. അവനെങ്കിലും ഞാൻ പിടിച്ചു നിർത്താം. 2 ആഴ്ച കൊണ്ട് നമുക്ക് എന്തായാലും കാര്യമൊക്കെ ഞാൻ പറയുന്നത് 20 ആകട്ടെ. അവന് കൊടുക്കാം. അവന് വീട്ടില് അന്ന് നീ കാശ് അവന്റെ വീട്ടിൽ പോയിട്ടില്ലേ വാങ്ങിച്ചത്? അവന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാനാക്കണ്ടായി. വീട്ടിലേക്ക് വരുമ്പോ
ആൾക്കാരൊക്കെ കാണുമ്പോൾ പിന്നെ തെറ്റിദ്ധരിക്കും. ഇവര് അങ്ങനത്തെ ആളാണ്. എവിടെ പോയാലും അറിയാലോ. അതറിയാം. ആ ആരോടും പറയണ്ട. ഞാനപ്പോ അങ്ങോട്ടേക്ക് പോയാല് അങ്ങോട്ട് പോയാൽ ഒന്നും ചെയ്യില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ അവന്റെ ഒരു ഭാര്യയും പെണ്ണും കൊണ്ടാട്ടിയും എല്ലാം ഇല്ലേ അവിടെ. ഞാൻ അങ്ങോട്ട് പോയിട്ട് പറയാവണ്ടേ? വിളിച്ചു പറഞ്ഞാൽ മതി. വീട്ടിൽ പോണ്ട. വിളിച്ചു പറ. ആ, ഇങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് തരും എന്ന് പറ. ആ, എന്നിട്ട് അവനെന്നാ പറയുന്നത്. ഇല്ലേ പിന്നെ ഒരു ദിവസം രാവിലെ വീട്ടിൽ പോയാൽ മതി. അവന്റെ ഭാര്യന്റെ മുമ്പ് അവൻ ഡീസന്റ് ആയിട്ട് സംസാരിക്കും. ആ, അതറിയാം. ഉം, ഇല്ല പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി. ഉം. നോക്കട്ടെ. എന്തു പറയാ, 2 ആഴ്ച കഴിഞ്ഞിട്ട് പൈസ തരും, അതിന് മുന്നേ വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ ഇനി അതൊരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ, കാരണം അവന്റെ വർത്തമാനത്തിൽ പെണ്ണുങ്ങളങ്ങ് വീണ് പോകും. നല്ല സോപ്പിട്ട് കുഴമ്പൊക്കെ ഇട്ട് ഇങ്ങനെ തേച്ച് മേച്ചിട്ടുള്ള സംസാരമായിരിക്കും. അത് ഭയങ്കര. അപ്പോ എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് വിചാരിച്ച ആള് പോകും. അവനങ്ങനെ കൊടുത്തു പോകും. പിന്നെ കാണാനും നല്ല സിമ്പിളിനാണല്ലോ. അതെല്ലാം തന്നെയാണ് അവന്റെ കയ്യിലിരിപ്പ്. മോശമൊന്നുമില്ല. അവനെ കാണാനും അവന്റെ സംസാരം. ഓ തുയ്ക്കാൻ തുടങ്ങിയാ അങ്ങനത്തെ പണി. അങ്ങനത്തെ പണിക്കൊന്നും നിക്കണ്ട കേട്ടാ. അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. അപ്പൊ നിങ്ങളെപ്പ ഇനി നാട്ടിലോട്ട് വരുന്നേ? നാട്ടിലോട്ട് വരാന് ഇത് ഒന്ന് സെറ്റാവണ്ടേ, എന്നിട്ടല്ലേ ഇവിടെ ജോലിക്കാരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ദേവന്മാര് മൊത്തം കൊളാക്കിയാലോ. അതെന്താ എനിക്ക് വല്ല വിധി കളിയാ? അങ്ങനെയല്ല, കൊറേ നാളായില്ലേ ഇങ്ങനെ നിക്കുന്നു. വിധിയാ പിടിച്ചു വെക്ക്. ഞാനും അങ്ങനെ തന്നെയല്ലേ. അല്ല, ഒന്നുമില്ല. ഒന്നുമില്ല പിന്നെന്നാ? ഒന്നുമില്ല. അല്ല, നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇവിടെ നിങ്ങൾ വരുമ്പോൾ കാശ് വല്ല മെയിലും ഉണ്ട്. വെറുതെ വന്നു പോകുന്നു ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ദൂരമില്ല, അത്ര അടുത്തൊന്നുമല്ലല്ലോ. അങ്ങനെ പറഞ്ഞാല് കാശെല്ലാം വേഗം ആക്കിയിട്ട് വരാൻ നോക്കുന്നില്ല. നീ ഉറങ്ങുമ്പോ നന്നായിട്ട് നാമം കഴിച്ചിട്ട് കിടക്ക്. എന്നാ വിചാരിച്ചേക്കണ്ട കേട്ടോ. നാമം ജയിച്ചാല് എല്ലാം തീരുവോ? ജയിച്ചാലും തീരും. ഞാൻ നാമം കഴിച്ചിട്ടാ കിടക്കുന്നത്. നാമം ജീവിച്ച് കിടക്കും. നീ ഇപ്പൊ ഫോണിൽ കുത്തിക്കൊണ്ട് കിടക്കലായിരിക്കും. അതാണ് എനിക്ക് ഇങ്ങനെ ഓരോന്ന് തോന്നുന്നു. അതല്ല, കൊറേ നാളാവുമ്പോ നമുക്ക് ഒരു ഇതുണ്ടാവില്ലേ, ഒരാഗ്രഹം. ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ വന്നാൽ നമ്മുടെ ബിസിനസ് ഒന്ന് പച്ച പിടിക്കണ്ടേ, അതുകൊണ്ടല്ലേ. നിങ്ങളാടുന്ന് ബിസിനസ് പച്ച പിടിപ്പിക്ക്. നിങ്ങളാടുന്ന് ബിസിനസ് പച്ച പിടിപ്പിക്ക്. രമേശനെ സൂക്ഷിച്ചോ കേട്ടോ. അഞ്ചാറ് വർത്താനം പറഞ്ഞിട്ട് ലാസ്റ്റ് പൈസ മേടിക്കാന്ന് പറഞ്ഞ് വീട്ടിലൊരു വരവ് വരും. അത് ഒന്നുമില്ല. രമേശന് ഇഷ്ടമേ വന്നാ അവനെ വൃത്തികെട്ടവനാണേ, അവനെ അടുപ്പിക്കാനേ പാടില്ല. പിന്നെ കാശ് അത്ര പറയുന്നില്ല, അതുകൊണ്ട് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. അല്ല, അതുകൊണ്ടാണ് നിങ്ങളോട് നാട്ടില് വരുന്നോന്ന് ചോദിച്ചു. അങ്ങനെ വരാൻ പറ്റാതെ ഉണ്ടല്ലേ.